ഇത്രയും കാലം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ചെറിയ ചെറിയ തർക്കങ്ങളല്ല ഇനി കാണാൻ കിടക്കുന്നത്. മധ്യപൂർവേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റി വരിക്കാൻ പോകുന്ന ഒരു നിർണായക നീക്കം. 6 ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ ഇതാദ്യമായി ഒരൊറ്റ ശത്രുവിനെതിരെ പരസ്യമായി സൈനിക നടപടിക്ക് തയ്യാറെടുക്കുകയാണ്. ആ ശത്രു മറ്റാരുമല്ല, ഇറാനാണ്. പക്ഷെ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത് വാഷിംഗ്ടണിൽ നിന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് 4 ആഴ്ച, വെറും 28 ദിവസം, അതിനുള്ളിൽ ഇറാന്റെ സൈനിക ശക്തിയെ ഞങ്ങൾ പൂർണ്ണമായും തകർക്കും. ട്രംപിന്റെ ഈ വാക്കുകൾ വെറും ഒരു പ്രസ്താവനയാണോ, അതോ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സൈനിക നീക്കത്തിന്റെ തുടക്കമാണോ? ഇതിനിടയിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ്? മോദി സർക്കാർ UAEക്ക് നൽകിയ ആ രഹസ്യ ഉറപ്പ് എന്താണ്? ഗൾഫിലെ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ഭാവി ഇനി എന്ത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ പലപ്പോഴും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇത്തവണ അവർ അതെല്ലാം മാറ്റി നിർത്തി ഒന്നിച്ചു നിൽക്കുന്നത് ഇറാന്റെ വിവേചനരഹിതമായ ആക്രമണങ്ങൾക്കെതിരെയാണ്. വീഡിയോ കോൺഫറൻസ് വഴി ചേർന്ന ആ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം വെറുമൊരു ചർച്ചയായിരുന്നില്ല, അതൊരു യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമായ തീരുമാനമായിരുന്നു. എന്തുകൊണ്ടാണ് GCC ഇപ്പോൾ ഇത്രയും കടുപ്പമേറിയ നിലപാടെടുത്തത്? കഴിഞ്ഞ കുറച്ചു കാലമായി സൗദിയുടെ എണ്ണപ്പാടങ്ങൾക്കും UAEയുടെ തന്ത്രപ്രധാനമായ കപ്പൽ ചാനലുകൾക്കും നേരെ ഇറാന്റെ പിന്തുണയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ പതിവായിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കുന്ന ഈ മേഖലയിൽ അസ്ഥിരതയുണ്ടായാൽ അത് ഗൾഫ് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സ്വയം പ്രതിരോധം എന്ന വാക്കിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള സംയുക്ത ആക്രമണ പ്ലാനുകളാണ്. ഇറാൻ വലിയൊരു രാജ്യമാണ്. അവരുടെ പക്കൽ അത്യാധുനികമായ മിസൈൽ സാങ്കേതിക വിദ്യയുണ്ട്. എന്നിട്ടും GCC രാജ്യങ്ങൾ ഭയക്കുന്നില്ല. അതിന് കാരണം അവർക്ക് പിന്നിലുള്ള വൻ ശക്തികളുടെ പിന്തുണയാണ്. ഇനി നമുക്ക് ട്രംപിലേക്ക് വരാം. ട്രംപ് എപ്പോഴും ബിസിനസ് ശൈലിയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇറാന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഇറാൻ ഒരു വലിയ രാജ്യമാണ്, അവർക്ക് വലിയ സൈന്യമുണ്ട്. പക്ഷേ അമേരിക്കയുടെ പക്കലുള്ള സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ അവർക്ക് 4 ആഴ്ചയിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എന്താണ് ഈ 4 ആഴ്ച പ്ലാൻ? ആദ്യ വാരം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായും തകർക്കുക. അമേരിക്കയുടെ F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ റഡാറുകൾ കണ്ണു പൊട്ടിക്കുക. 2ാം വാരം ഇൻഫ്രാസ്ട്രക്ചർ ന്യൂട്രലൈസേഷൻ. ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ഡ്രോൺ ഫാക്ടറികളും ബോംബിട്ട് നശിപ്പിക്കുക. 3ാം വാരം ലീഡർഷിപ്പ് ടാർഗറ്റിംഗ്. ഇറാന്റെ സൈനിക തലപ്പത്തുള്ള കമാൻഡ് സെന്ററുകൾ തകർക്കുക. 4ാം വാരം ഫൈനൽ സറണ്ടർ. ഇറാനെ ചർച്ചയുടെ മേശയിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവരുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയോ ചെയ്യുക. ട്രംപിന്റെ ഈ കണക്ക് കൂട്ടലുകൾ എത്രത്തോളം യാഥാർത്ഥ്യമാകും? ഇറാൻ എന്തായാലും വെറുതെ ഇരിക്കുമോ? ഇല്ല. ഇങ്ങനെയാണ് സൈനിക വിദഗ്ധർ പറയുന്നത്. പേർഷ്യൻ ഗൾഫിൽ തങ്ങൾക്ക് നേരെ ഒരു വെടിയുണ്ട ഉതിർത്താൽ ലോകമെമ്പാടുമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഈ ഒരു പ്രതിസന്ധിയിൽ അമേരിക്കയ്ക്ക് കൂട്ടുനിൽക്കുന്നത് പഴയ ശത്രുക്കളായ യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഫ്രാൻസ്, ജർമ്മനി, UK. ഇവർ സാധാരണയായി അമേരിക്കയുടെ എല്ലാ യുദ്ധങ്ങളെയും പിന്തുണയ്ക്കാറില്ല. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ ഇവർ ഒരൊറ്റ മനസ്സോടെ നിലകൊള്ളുന്നു. ഇതിന് കാരണം ഇറാന്റെ മിസൈലുകൾക്ക് യൂറോപ്പിലെ പ്രധാന നഗരങ്ങൾ വരെ ലക്ഷ്യം വെക്കാൻ ശേഷിയുണ്ട് എന്നാണ്. യൂറോപ്യൻ വൻ ശക്തികൾ GCC രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ അതൊരു വലിയ സൈനിക സഖ്യമായി മാറുകയാണ്. ഇതിനെ എതിർക്കാൻ റഷ്യക്കും ചൈനയ്ക്കും പോലും പരിമിതികളുണ്ട്. കാരണം ഇറാന്റെ ആക്രമണങ്ങൾ ലോക വ്യാപാരത്തെയാണ് തടസ്സപ്പെടുത്തുന്നത്. ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. ഈ മഹാസംഘർഷത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം എവിടെയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നടത്തിയ ഫോൺ സംഭാഷണം വെറുമൊരു കുശലാന്വേഷണമല്ല, അത് ലോകത്തിന് നൽകിയ വലിയൊരു സന്ദേശമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ UAE ഇത്രയധികം പിന്തുണയ്ക്കുന്നത്? ഭാരതം ഇന്ന് ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തി എന്നും പറയാം. നമ്മുടെ ഊർജ ആവശ്യത്തിന്റെ ഭൂരിഭാഗവും വരുന്നത് ഗൾഫിൽ നിന്നാണ്. UAEയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഇന്ന് വെറും ഒരു സൗഹൃദമല്ല, അതൊരു തന്ത്രപ്രധാനമായ പങ്കാളിത്തമാണ്, അഥവാ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. UAEക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷ തകരും. കൂടാതെ ഏകദേശം 3.5 മില്യൺ ഇന്ത്യക്കാരാണ് UAEയിൽ മാത്രം ജീവിക്കുന്നത്. അവരുടെ സുരക്ഷ മോദി സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണ്. UAE പ്രസിഡന്റിനോട് മോദി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളിൽ ഭാരതം നിങ്ങളോടൊപ്പം നിൽക്കും. കൂടാതെ ഇതിന്റെ അർത്ഥം ഇന്ത്യ സൈനികമായി സഹായിക്കുമെന്നാണോ? ഒരുപക്ഷെ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിലോ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലോ ഇന്ത്യ വലിയൊരു പങ്ക് വഹിച്ചേക്കാം. പശ്ചിമേഷ്യയിൽ ഭാരതത്തിന് ഇത്രയും വലിയൊരു ശബ്ദം ഉണ്ടായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഈ യുദ്ധം നടന്നാൽ നിങ്ങൾ വീട്ടിലിരുന്ന് കാണുന്ന TV വാർത്ത മാത്രമല്ല മാറുന്നത്, നിങ്ങളുടെ പോക്കറ്റും കാലിയാകും. എങ്ങനെയെന്നല്ലേ? പെട്രോൾ, ഡീസൽ വില
ക്രൂഡ് ഓയിൽ ബാരലിന് $150 മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അർത്ഥം ഇന്ത്യയിൽ പെട്രോൾ വില 150 മുതൽ 200 രൂപ വരെ ചെന്ന് എത്താമെന്നാണ്. ഇനി സ്വർണ്ണവിലയിലേക്ക് വരാം. യുദ്ധകാലത്ത് നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സ്വർണത്തെയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കുതിച്ചുയരും. പിന്നെ നിത്യോപയോഗ സാധനങ്ങൾ, ഗതാഗത ചെലവ് കൂടുന്നതോടെ ഭക്ഷണ സാധനങ്ങളുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും എല്ലാം വില നിയന്ത്രണാതീതമായിരിക്കും. ഇതുകൊണ്ടാണ് ലോകരാജ്യങ്ങളൊക്കെ ഈ സംഘർഷത്തെ ഇത്ര ഭീതിയോടെ കാണുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ അത് ജയിക്കുന്നവനും തോൽക്കുന്നവനും ഒരുപോലെ നഷ്ടമുണ്ടാകുന്ന ഒന്നായിരിക്കും. നമ്മൾ ട്രംപിനെയും GCCയെയും കുറിച്ച് ഇത്രയും നേരം സംസാരിച്ചല്ലോ. പക്ഷെ ഇറാന്റെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കും? ഇനി അതിനെ കുറിച്ചാകാം. ഇറാൻ ഒരിക്കലും പരാജയം സമ്മതിക്കുന്ന ഒരു രാജ്യമല്ല. അവരുടെ റവല്യൂഷണറി ഗാർഡ്സ് ലോകത്തിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയ സൈനിക വിഭാഗങ്ങളിൽ ഒന്നാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്താൽ ലോകത്തെ എണ്ണ വിതരണം തന്നെ തടസ്സപ്പെടും. അതൊരു ആഗോള സാമ്പത്തിക ചർച്ചയിലേക്ക് നയിക്കും. തങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഗൾഫ് രാജ്യങ്ങളെ ഓരോ എണ്ണ ടാങ്കറും ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യമാക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഹോർമുസ് അടയ്ക്കുകയും ചെയ്തു. പക്ഷേ ഇതൊരു സൂയിസൈഡ് മിഷൻ ആണോ എന്ന് പോലും ലോകം സംശയിക്കുന്നുണ്ട്. അടുത്ത 4 ആഴ്ചകൾ ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളായിരിക്കും. ട്രംപ് പറഞ്ഞതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇറാനിൽ നടക്കുമോ, അതോ ലോകശക്തികൾ ഇടപെട്ട് ഈ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുമോ? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരീക്ഷണം കൂടിയാണ്. അമേരിക്കയോടുള്ള ബന്ധവും ഗൾഫ് രാജ്യങ്ങളോടുള്ള സൗഹൃദവും ഒരുപോലെ തന്നെ കൊണ്ടുപോകേണ്ടി വരും. കൂടാതെ ഇറാനുമായും നല്ല ബന്ധമുണ്ട്. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ പുതിയ ഇവാക്യുവേഷൻ പ്ലാനും തയ്യാറാക്കുന്നുണ്ടോ എന്നതും ശ്രദ്ധേയമാണ്. മധ്യപൂർവേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുകയാണ്. ഓരോ നിമിഷവും വാർത്തകൾ മാറി മറിയുന്നു. ഇറാൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുമോ, അതോ സ്വന്തം പരമാധികാരത്തിന് വേണ്ടി സർവ്വശക്തിയും എടുത്ത് പോരാടുമോ? ഗൾഫ് രാജ്യങ്ങളുടെ സൈനിക ഐക്യം ഇറാന്റെ ഭീഷണിയെ മറികടക്കുമോ? വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈ സംഘർഷങ്ങളുടെ എല്ലാം ആത്യന്തികമായ ഫലം എന്തായിരിക്കും? വെറും ഒരു ഭരണകൂട മാറ്റമാണോ, അതോ ഒരു ജനതയുടെ തന്നെ വിമോചനമാണോ? ലോക ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം എന്തായാലും വ്യക്തമാകും. തോക്കിൻ മുനയിൽ കെട്ടിപ്പൊക്കിയ ഒരു ഏകാധിപത്യത്തിനും ജനതയുടെ ആഗ്രഹങ്ങൾക്ക് മേൽ അധിക കാലമൊന്നും അടങ്ങിയിരിക്കാൻ കഴിയാറില്ല. ഇറാനിലായാലും ലോകത്തിന്റെ മറ്റേതൊരു കോണിലായാലും ഭയത്തിന്റെ നിഴലിൽ ജനങ്ങളെ ഭരിക്കുന്ന കാലമൊക്കെ അവസാനിക്കണം. ഇന്ന് മധ്യപൂർവേഷ്യയിൽ നമ്മൾ കാണുന്ന ഈ പുകച്ചിൽ കേവലം മിസൈലുകളുടെയോ ഡ്രോണുകളുടെയോ ഒന്നും യുദ്ധമല്ല. അത് പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അടക്കാനാവാത്ത ദാഹത്തിന്റെ കൂടി പ്രതിഫലനമാണ്. അധികാരം ഒരാളിലോ അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തിലോ കേന്ദ്രീകരിക്കപ്പെടുന്ന ഏകാധിപത്യ പ്രവണതകൾ എപ്പോഴും ലോക സമാധാനത്തിന് ഭീഷണിയാണ്. അതുകൊണ്ടാണല്ലോ ഖമേനി പോയ ശേഷം ഇറാനിൽ ഇത്രത്തോളം ആഘോഷങ്ങൾ കാണുന്നത്. സ്വന്തം ജനതയുടെ ശബ്ദം കേൾക്കാത്ത ഭരണകൂടങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുന്നത് സ്വാഭാവികമാണ്. ഇറാന്റെ മണ്ണിൽ പുതിയൊരു സൂര്യോദയം ഉണ്ടാകേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. അവിടെ അടിച്ചമർത്തപ്പെട്ടവരുടെ വിലാപങ്ങൾ അവസാനിക്കണമെങ്കിൽ, ഭയമില്ലാതെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനും ലഭിക്കണമെങ്കിൽ ജനാധിപത്യം അവിടെ വേര് പിടിക്കണം. ജനാധിപത്യം എന്നത് വെറും ഒരു ഭരണരീതിയല്ല, മറിച്ച് അത് മനുഷ്യത്വത്തിന്റെ അടയാളം കൂടിയാണ്. ഉത്തരവാദിത്തമുള്ള ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യതയുള്ള ഒരു ഭരണകൂടം വരുമ്പോൾ മാത്രമേ ഇത്തരം അനാവശ്യ പ്രകോപനങ്ങളും യുദ്ധാഹ്വാനങ്ങളും ഒക്കെ അവസാനിക്കൂ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. ചർച്ചകളിലൂടെയും സമാധാനത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു ലോകമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഏകാധിപത്യത്തിന്റെ ഇരുമ്പ് മറകൾ തകർന്നു വീഴട്ടെ. അവിടെ സ്വതന്ത്രമായ ചിന്തകളും വോട്ടവകാശവും വിരിയട്ടെ. മധ്യപൂർവേഷ്യയിലെ ഈ മാറ്റം കേവലം സൈനിക വിജയമായിരിക്കരുത്, മറിച്ച് അത് ആധുനിക ജനാധിപത്യത്തിലേക്കുള്ള ഒരു ജനതയുടെ ചുവടുവെപ്പായിരിക്കണം. പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ വെടിമരുന്നിന് പകരം ജനാധിപത്യത്തിന്റെ നന്മകൾ പൂത്തുലയുന്ന ഒരു കാലത്തിനായി നമുക്ക് പ്രത്യാശിക്കാം. ഏകാധിപത്യം അവസാനിക്കട്ടെ, ജനങ്ങളുടെ അധികാരം വാഴട്ടെ. എന്തായാലും ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.